ഈ മാത്തമാറ്റിക്സ് എങ്ങനെയാണ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ കാറിന് എങ്ങനെ അറിയാം നിങ്ങൾ ആ കാറിൽ എത്ര ദൂരം യാത്ര ചെയ്തു എന്ന്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സിമ്പിൾ കണക്ക് വെച്ച് ഞാനത് പറഞ്ഞുതരാം. ദി സീക്രട്ട് ലൈസ് ഇൻ എ വെരി സിമ്പിൾ ഫോർമുല 2πr. ഇതിൽ 2 എപ്പോഴും സെയിം ആയിരിക്കും, ഈ പയ്യും എപ്പോഴും സെയിം ആയിരിക്കും. 6 മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഈ ഫോർമുല ഒരു സർക്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓരോ തവണ നിങ്ങളുടെ ടയർ ഒരു ഫുൾ കറക്കം കംപ്ലീറ്റ് ആകുമ്പോഴും അതിന്റെ ചുറ്റളവ് എത്രയാണോ അത്രയും ദൂരം നിങ്ങളുടെ കാർ യാത്ര ചെയ്തിട്ടുണ്ടാവും. സിമ്പിൾ ലോജിക്കാണ്. ശേഷം എത്ര തവണ ടയർ കറങ്ങി എന്നുള്ളത് അതുമായിട്ട് അങ്ങ് ഗുണിക്കുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ കാർ മൊത്തത്തിൽ യാത്ര ചെയ്ത ദൂരം. നമുക്ക് നോക്കാം. ഈ ടയറിന്റെ റേഡിയസ് ഒരു 30 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. ഇതാണ് നമ്മുടെ R. അപ്പോൾ നമുക്ക് 2πr ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിലെ 2 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. പൈന്റെ വാല്യൂ എല്ലാവർക്കും അറിയാലോ, 3.14. അപ്പോൾ 2 × 3.14. ഇനി നമുക്ക് ആറിന്റെ വാല്യൂ കൂടെ കൊടുക്കാം, 30 സെന്റിമീറ്റർ. അപ്പോൾ 2 × 3.14 × 30. അതിന്റെ ആൻസർ 158 സെന്റിമീറ്റർ എന്നാണ്, 1.8 മീറ്റർ. അതായത് ഈ ടയർ ഒരു തവണ കറങ്ങുമ്പോൾ ഈ വണ്ടി 1.8 മീറ്റർ സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ ഒരു 1000 തവണ കറങ്ങുമ്പോഴോ 1.8 കിലോമീറ്റർ. ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും അതിന്റെ ഓഡോമീറ്ററിൽ 2πrലെ 6 എൻ്റർ ചെയ്ത് വിടും അതിന്റെ ടയറിന്റെ റേഡിയസ്. ഇത് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സിനും ഉള്ളത് ഈ മാത്തമാറ്റിക്സ് ഫോർമുലാസും ആണ്. സയൻസ് പുച്ഛാണ് പലർക്കും. ഒന്നോർക്കുക, സയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ക്യാൻസർ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വരെ മാത്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബുക്കിന്റെ ഉള്ളിലെ ബോറിംഗ് ഫോർമുലാസ് എല്ലാം മാത്സ്. നമ്മുടെയൊക്കെ ജീവിതം അതിനെ ചുറ്റിപ്പറ്റിയാണ്. നെക്സ്റ്റ് ടൈം ഇനി ഓഡോമീറ്റർ കാണുമ്പോൾ ഓർക്കുക, ഇറ്റ്സ് 2πr. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ, സേവ് ചെയ്ത് വെച്ചോട്ടോ. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.